പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി വിവാഹം ചെയ്ത ഭാര്യയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. മഹദിയെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആ ബന്ധത്തിന് തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട അബൂ ത്വാലിബ് എന്നവരുടെ ഒരു വാക്കാണ്. മോനെ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ കയ്യിലൊന്നുമില്ല, നമുക്ക് സമ്പാദ്യവുമില്ല, കച്ചവടമില്ല. നമ്മുടെ ആളുകൾ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പുറപ്പെടുന്നുണ്ട്. ഖദീജ എന്നവർ അവരുടെ ചരക്കുകളുമായി ആളുകൾ അയക്കുന്നുണ്ട്. മോനൊന്ന് ബന്ധപ്പെട്ടാൽ പരിഗണിക്കാതിരിക്കില്ല. മോൻ വിശ്വസ്തനാണെന്നും സത്യവാനാണെന്നും ഖദീജ എന്നവർ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒരാൾക്ക് 2 ഒട്ടകമാണ് കൂലിയായി നൽകുന്നത്. ഞാനൊന്ന് സംസാരിച്ചു നോക്കിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കുന്ന അബൂ ത്വാലിബ് എന്നവർ നിസ്സഹായനായി ഒരു ദിവസം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. എന്നാൽ അങ്ങയുടെ ഇഷ്ടം പോലെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബ് എന്നവർക്ക് മറുപടി നൽകിയത്. ഖുവൈലിദിന്റെ പുത്രിയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. മക്കയിലെ സമ്പന്നയായ വനിത, വ്യാപാര പ്രമുഖ. ഒട്ടകങ്ങൾ അവരുടെ ചരക്കുകളുമായി ഷാമിലേക്ക് നീങ്ങാറുണ്ട്, വൻ ലാഭം നേടാറുമുണ്ട്. 2 പ്രാവശ്യം വിവാഹിതയായിട്ടുണ്ട് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. ഒരിക്കൽ അത്യാഖ് ഇബ്നു ആയിദിന്റെ ഭാര്യയായി, മറ്റൊരിക്കൽ അബൂ ഹാല ഹിന്ദ് ഇബ്നു സുറാറയുടെയും. പക്ഷേ ആ ദാമ്പത്യകാലങ്ങളൊന്നും കൂടുതൽ നീണ്ടു നിന്നില്ല. 2 മക്കൾ മഹദിക്കതിലുണ്ട്. പിന്നെയും പല ഖുറൈശി പ്രമുഖരും വിവാഹാലോചന നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം ഖദീജ ബീവി നിരസിക്കുകയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരക്കുകളുമായി അയക്കാൻ ഖദീജ ബീവിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായത്തിനായി തൻ്റെ അടിമ മൈസറത്തിനെയും കൂടെ അയക്കുകയാണ്. അത് പതിവില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ വ്യാപാരം കഴിഞ്ഞ് തിരിച്ചെത്തിയ മൈസറത്തിന് യജമാനയെ അറിയിക്കാൻ വിശേഷങ്ങൾ ധാരാളമുണ്ടായിരുന്നു. വൻ ലാഭം നേടിയത് മാത്രമല്ല, താൻ കണ്ട പല അത്ഭുതങ്ങളും. ഒരു പുൽക്കൊടിയുടെ തണൽ പോലുമില്ലാത്ത മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴിമധ്യേ ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചപ്പോൾ സമീപത്തുണ്ടായിരുന്ന ആശ്രമത്തിലെ പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം ഒരു നബിയാണെന്ന് പ്രവചിച്ചു. കച്ചവടത്തിൽ കാണിച്ച സത്യസന്ധത എല്ലാം ഖദീജ ബീവി താൽപ്പര്യത്തോടെ കേട്ടു. അവർ എന്തൊക്കെയോ തീരുമാനിച്ച പോലെയായിരുന്നു. അൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭർത്താവായി ലഭിക്കാൻ ഖദീജ ബീവിക്ക് ആഗ്രഹമുണ്ടെന്ന സന്ദേശം അബൂ ത്വാലിബ് ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു. സ്വന്തം മക്കളെക്കാൾ താൻ സ്നേഹിക്കുന്ന സഹോദരപുത്രൻ തൻ്റെ കാലശേഷം കഷ്ടപ്പെടാതെ കഴിയാൻ ഇനി എന്തു വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും മറുത്തൊന്ന് ചിന്തിക്കാനുണ്ടായിരുന്നില്ല. മക്കയിലെ പല പ്രമുഖരുടെയും വിവാഹാലോചനകൾ തള്ളിക്കളഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹ ദരിദ്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഏകയായി കഴിഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹക്ക് ഉത്തമ ഗുണങ്ങളുള്ള ഭർത്താവിനെ ലഭിക്കുന്നു. ദരിദ്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധനാഢ്യയായ ഭാര്യയെ ലഭിക്കുന്നു. വിവാഹ ചടങ്ങിന് സമയമായി. അഭിമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് അബൂ ത്വാലിബ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു, എൻ്റെ സഹോദര പുത്രന് കിടപിടിക്കാൻ ഇന്നാട്ടിൽ ആരുമില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. സമ്പത്ത് ഇല്ലെന്നത് ശരി തന്നെ, പക്ഷേ സമ്പാദ്യം നീങ്ങിപ്പോകുന്ന ഒരു വസ്തുവാണെന്ന് നാം ഓർക്കണം. ഖദീജയെ വിവാഹം ചെയ്യാൻ 12.5 ഊക്കിയ സ്വർണം മഹറായി നൽകുകയാണ്. പിന്നെ വധുവിന്റെ ഭാഗത്ത് നിന്ന് വർഖത്ത് ഇബ്നു നൗഫൽ സംസാരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ മഹത്വവും ശ്രേഷ്ഠതയും ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. 40കാരിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹധർമ്മിണിയാവുകയാണ്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. വിവാഹം കേട്ടറിഞ്ഞ് ദൂരെ നിന്നും ഒരു അതിഥി എത്തുകയാണ്. ബനു സഅദ് ഗോത്രക്കാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലപ്പാല് നൽകിയ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ. തന്റെ പോറ്റുമകന്റെ വിവാഹക്കാര്യം അറിഞ്ഞ് വന്നതാണവർ. അവരെ വളരെ സന്തോഷത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുകയാണ്. ഭർത്താവിന്റെ പോറ്റുമ്മ വന്നത് ഖദീജ റളിയല്ലാഹു അൻഹയെയും സന്തോഷഭരിതയാക്കി. പുതുനാരിയുടെ പെരുമാറ്റം ആ ഉമ്മയുടെ മനം കുളിർപ്പിച്ചു. പുത്രഭാര്യയെ ചേർത്തുപിടിച്ച് അവർ തലോടി. നിറഞ്ഞ മനസ്സോടെ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ പോകാനൊരുങ്ങിയപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ അവരെ വെറും കൈയോടെ അയച്ചില്ല. 40 ആടുകളെ അവർക്ക് നൽകിയിട്ടാണ് യാത്രയാക്കുന്നത്. 15 സംവത്സരങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സംതൃപ്ത ദാമ്പത്യം, മാതൃകാ കുടുംബം. മാന്യമായ ഭർത്താവിന്റെ ഉത്തമ ഭാര്യയായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. പണക്കാരി എന്ന ഹുങ്ക് അവർ കാണിച്ചില്ല. സമ്പത്തിൽ മതിമറന്നില്ല. അള്ളാഹുവിന്റെ ഇഷ്ടത്തിനപ്പുറം ഒന്നും ചിന്തിച്ചതേയില്ല. 40 വയസ്സിന് മുമ്പ് തന്നെ ഭർത്താവ് പലപ്പോഴും ചിന്താതീതനായി കാണപ്പെട്ടു. പലപ്പോഴും ഗുഹകളിലും മറ്റും ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. എല്ലാം ഖദീജ റളിയല്ലാഹു അൻഹ അറിയുന്നുണ്ടായിരുന്നു. അവർ ഒട്ടും ശല്യപ്പെടുത്തിയില്ല. തന്റെ ഭർത്താവ് സാധാരണക്കാരനല്ലെന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നു. പണ്ട് ക്രിസ്തീയ പുരോഹിതൻ പ്രവചിച്ചത് അവരുടെ മനസ്സിലുണ്ട്. 40 വയസ്സ് പൂർത്തിയായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പേടിച്ച് വിറച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. സമ്മിലൂനി യാ ഖദീജ,
എന്നെ പുതപ്പിട്ടു മൂടൂ എന്ന് പറഞ്ഞാണ് തങ്ങളുടെ വരവ്. അവർ ഭർത്താവിനെ പുതപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദ്യ വരവ്, പിടിച്ചമർത്തലും ഓതാൻ പറയലും എല്ലാം ആദ്യ അനുഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നേ ഭയന്നു. ഞാൻ വല്ലാതെ പേടിച്ചു ഖദീജ എന്ന് പറഞ്ഞപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം, ഇല്ല, അള്ളാഹു നിങ്ങളെ വിഷമിപ്പിക്കില്ല. അങ്ങ് കുടുംബ ബന്ധം പുലർത്തുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, അവശർക്ക് ആശ്വാസമേകുകയും പാവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു, സത്യസമരങ്ങളെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളെ പരാജയപ്പെടുത്താൻ പിശാചിന് അള്ളാഹു അവസരം നൽകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ സാന്ത്വന വാക്കുകൾ വളരെ ആശ്വാസം പകർന്നു. ക്രിസ്തീയ പണ്ഡിതനായ തൻ്റെ പിതൃവ്യപുത്രൻ വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് ഖദീജ ബീവി ഭർത്താവിനെ കൊണ്ടുപോവുകയാണ്. എല്ലാം കേട്ട വറക്കത്ത് എന്നവർ പറഞ്ഞു, ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ മുഹമ്മദ് എന്നവർ ഈ സമൂഹത്തിലെ നബിയാണ്. ഈ സമൂഹത്തിൽ ഒരു നബി ആഗതനാകുമെന്ന് എനിക്കറിയാം. ആ സമയമായിട്ടുണ്ട്. പിന്നീട് പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭയവും പിന്നീട് മാറി. ജബലുന്നൂറിന്റെ മുകളിൽ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖദീജ ബീവിയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണവുമായിട്ടാണ് ഖദീജ ബീവിയുടെ വരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ വേട്ടയാടുന്ന സമയം. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഈ മനുഷ്യനെ കാണുന്നത്. മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ തിരിച്ചറിയാതെ ഖദീജ ബീവി ഭയന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന ആരെങ്കിലും ആവുമോ എന്ന് ചിന്തിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഇതാ ഖദീജ ബീവി ഭക്ഷണവുമായി വരുന്നുണ്ട്. നബിയെ, റബ്ബിന്റെയും എന്റെയും സലാം അവരോട് പറയുക. സ്വർഗത്തിൽ അവർക്ക് മുളകൾ കൊണ്ടുള്ള വീടുണ്ടെന്ന സന്തോഷ വാർത്തയും അറിയിക്കുക. ഖദീജ റളിയല്ലാഹു അൻഹ വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അറിയിച്ചു. ഖദീജ ബീവി സലാം മടക്കി, അല്ലാഹുവാണ് സലാം, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും സലാം ഉണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്കും അള്ളാഹുവിൻ്റെ രക്ഷയും കാരുണ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി ജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങും തണലുമാവുകയാണ്. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നത് ഖദീജ ബീവിയാണ്. അധികമാരും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത ആദ്യകാലം. അന്നത്തെ ജീവിതത്തിന്റെ ഒരു കഷ്ടപ്പാട്. ഖുറൈശി പ്രമാണിമാരുടെ ക്രൂരതകൾക്ക് ഇരയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തളർന്നെത്തിയ സമയത്തെല്ലാം ആശ്വാസത്തിന്റെ തുരുത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. ആ മഹദിയുടെ സ്നേഹം നിറഞ്ഞ ആശ്വാസവാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഊർജ്ജം നിസ്സാരമല്ല. ദീനിന് വേണ്ടി എന്തും സഹിക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തയ്യാറായിരുന്നു. തന്റെ സമ്പാദ്യം മുഴുവൻ അവർ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചു. സമ്പന്നതയുടെ നടുവിൽ ജീവിച്ച ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒരു നേരത്തെ വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്ത നിലയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശിഅബ് അബി ത്വാലിബിൽ കഴിച്ചുകൂട്ടിയ നാളുകൾ പച്ചിലകളല്ലാതെ ഒന്നും ഭക്ഷിക്കാനുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊപ്പം അവർ കഷ്ടപ്പാടുകൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി. സഹോദരപുത്രനെ സ്നേഹപൂർവ്വം കാത്തുപോന്ന പിതൃവ്യൻ അബൂ ത്വാലിബ്, പ്രിയ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ താങ്ങ് ഈ രണ്ട് വ്യക്തികളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവഹാനി വരുത്താൻ മാത്രം പകയുമായി കഴിഞ്ഞ ശത്രുക്കൾ പലപ്പോഴും അതിനെ അറച്ചു നിന്നത് പ്രമുഖനായ അബൂ ത്വാലിബിനെ ഭയന്നാണ്. ആ വലിയ തണൽ വൃക്ഷം ഇതാ കടപുഴകി അബൂ ത്വാലിബ് ഇഹലോകം വെടിയുകയാണ്. അതിൻ്റെ ഫലമറിയാൻ അധികം കാത്തിരിക്കേണ്ടിയിരുന്നില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ വന്നത് മണ്ണ് പുരണ്ട ശിരസ്സുമായാണ്. ശത്രുക്കൾ വാരിയിട്ടതായിരുന്നു. പിതാവിൻ്റെ ശിരസിൽ നിന്ന് മണ്ണ് കഴുകിക്കളയുന്ന സമയത്ത് പുത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞിരുന്നില്ല. കരയരുത് കുഞ്ഞുമോളെ, മോളുടെ ഉപ്പയെ അള്ളാഹു സംരക്ഷിക്കും എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശ്വാസവാക്ക്. അബൂ ത്വാലിബിന്റെ വിയോഗത്തിന്റെ നഷ്ടം ഇതാ അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയൊരാശ്വാസം ഖദീജ ബീവി മാത്രമാണ്. അവരിതാ രോഗിണിയായി കിടപ്പിലായി. ആ കിടപ്പ് അധികം നീണ്ടില്ല. സംഭവ ബഹുലമായ ആ ജീവിതത്തിന് തിരശ്ശീല വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനം വിങ്ങി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രിയ ഭർത്താവിനെ തീരാ ദുഃഖത്തിലായി ഖദീജ ബീവി യാത്രയാവുകയാണ്. പിന്നെയും വർഷങ്ങൾ എത്ര കടന്നുപോയി. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ഖദീജ ബീവിയുടെ ഓർമ്മകൾ അവസാനിച്ചിട്ടേയില്ല. വീട്ടിൽ ഒരാടിനെ അറുത്താൽ അതിന്റെ മാംസം ഖദീജ ബീവിയുടെ കൂട്ടുകാരികൾക്ക് എത്തിച്ചു കൊടുത്തു. ഒരിക്കൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ ഖദീജയുടെ ശബ്ദം പോലുള്ള ഹാലയുടെ സ്വരം പുറത്തു കേട്ടതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാടി എഴുന്നേറ്റു.
ആഹ്ലാദത്തോടെ, അള്ളാഹുവെ ഹാലയല്ലേ ഇത്. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇല്ല ആയിഷ, ഖദീജയേക്കാൾ നല്ല ആരെയും അള്ളാഹു എനിക്ക് പകരം നൽകിയിട്ടില്ല. ജനങ്ങൾ എന്നിൽ അവിശ്വസിച്ചപ്പോൾ ഖദീജ എന്നിൽ വിശ്വസിച്ചു. ജനങ്ങൾ എന്നെ വിലങ്ങിയപ്പോൾ ഖദീജയുടെ സമ്പത്ത് എനിക്കായി ചിലവഴിച്ചു. മറ്റു ഭാര്യമാരിലൊന്നുമില്ലാതെ അള്ളാഹു അവരിൽ നിന്ന് എനിക്ക് സന്താനത്തെ നൽകി. ആരുണ്ട് ഇതിന് തുല്യമായി? ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭൂമിയിൽ മറ്റൊരു സ്ത്രീയുമില്ലാത്ത പോലെ അതെ ഖദീജയ്ക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയിലൂടെ 6 സന്താനങ്ങളുണ്ടായിരുന്നു. 4 പെൺകുട്ടികളും 2 ആൺകുട്ടികൾ. ഖാസിം അതുപോലെ അബ്ദുല്ല എന്ന 2 ആൺകുട്ടികളും. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. 4 പെൺകുട്ടികളും ഫാത്തിമ റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, റുഖിയ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ, ഇങ്ങനെ 4 പെൺകുട്ടികളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായത്.